ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്. അതിൻ്റെ വിനാശകരമായ അനുഭവം ഇസ്രായേലിന് അനുഭവിക്കേണ്ടി വന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ഒരു പുതിയൊരു അറിവല്ല. നേരത്തെയും ഇറാന് യുദ്ധവും നാശനഷ്ടമൊക്കെ പല തവണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം മറ്റ് രാജ്യങ്ങളോട്, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തുകയും യുദ്ധം നടത്തുകയും ചെയ്യും എന്നതിനപ്പുറത്ത് ആ രാജ്യത്തിനകത്ത് യുദ്ധത്തിൻ്റെ കെടുതികൾ എത്തിയിരുന്നില്ല. എന്നാൽ ഇറാനുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ അത് ഫലസ്തീനിനെ, ഗസയെ എങ്ങനെയാണോ ബാധിച്ചത് അതേപോലെ ഒരു പരിധിവരെ ഇസ്രായേലിനെ ബാധിച്ച നാമാവിശേഷമാക്കിയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ താൻ കരുതിയതിനേക്കാൾ എതിരാളി ശക്തനാണെന്ന് ഇസ്രായേലിന് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം അമേരിക്ക എന്ന് പറയുന്ന അമ്മാവനെ യുദ്ധത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, മൂന്നാമതൊരു മറ്റൊരു രാജ്യം ഇസ്രായേലിനെ ഒറ്റയ്ക്ക് ഇറാനോട് അടിച്ചാൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അമേരിക്കയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ആണവ നിലയത്തിനെതിരെ ബോംബ് വർഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ അമേരിക്ക നടത്തിയത് വലിയൊരു യുദ്ധ കുറ്റകൃത്യമാണ്. ഒരു ആണവ നിലയത്തിനെതിരെ അക്രമം നടത്തുക എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്നില്ല, അയൽ രാജ്യങ്ങളെയൊക്കെ ആ ആണവ നിലയം ചോർന്നാലുണ്ടാകുന്ന അപകടത്തെ നമുക്ക് അറിയാം. ഒരുപക്ഷെ ലോകത്തെ പോലും അത് വലിയൊരു പ്രതിസന്ധിയിലാക്കും. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു മുഖവിലക്കെടുക്കാതെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അതിനുശേഷം അമേരിക്കയുടെ മിലിറ്ററി ബേസ് നോക്കി ഖത്തർ, ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. ശത്രുവിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരുപക്ഷെ ഖത്തറിലേക്ക് എന്തിനാണ് ആക്രമണം നടത്തിയത്, ഇറാഖിലേക്ക് എന്തിനാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്കയെ നേരിട്ട് ആക്രമിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു യുദ്ധവും നടത്താറില്ല. എവിടെയെങ്കിലും പണ്ടത്തെ കോളനിവൽക്കരണം എന്നും നമ്മൾ പറയുന്നത് പോലെ എവിടെയെങ്കിലും മിലിറ്ററി ബേസ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നതാണ് അമേരിക്ക കാലാകാലമായി തുടർന്നു പോകുന്നത്. പണ്ട് അമേരിക്കൻ കോളനിയാണെങ്കിൽ ഇന്ന് അമേരിക്കൻ മിലിറ്ററി ബേസുകളാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ചുറ്റും ഇറാഖ്, ഖത്തർ, ദുബൈ, ബഹ്റൈൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങൾ, ഇറാൻ്റെ അയൽ രാജ്യങ്ങളായ ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും മിലിറ്ററി ബേസ് സ്ഥാപിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇറാനെ ആക്രമിക്കുക എന്നത് നേരത്തെ ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. വിവരമില്ലാത്ത അറബ് രാജ്യങ്ങളും ഭരണാധികാരികളും ഇത്തരം മിലിറ്ററി ബേസുകൾ ബുദ്ധിശൂന്യമായ നടപടിയാണ് നടത്തിയതെന്ന് ഇപ്പോഴാണ് ഒരുപക്ഷെ തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴും തിരിച്ചറിവ് ലഭിക്കാത്ത രാജ്യങ്ങളും അതിനിടയിലുണ്ടാവും. കാരണം ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അത് ബാധിക്കുന്നത് അമേരിക്ക യുദ്ധത്തിലിറങ്ങിയാലും ഇറാന് കയ്യെത്തും ദൂരത്തുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ ഖത്തറിലും ബഹ്റൈനിലും ദുബൈയിലും സൗദി അടക്കമുള്ള രാജ്യങ്ങളിലാണ്, ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കയ്യെത്തും ദൂരത്തുള്ള മിലിറ്ററി ബേസുകൾ ഇറാൻ ആക്രമിക്കുമ്പോൾ അത് അനന്തരഫലം അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടിയാണ്. എന്തിനാണ് ഇത്തരം മിലിറ്ററി ബേസുകൾ നൽകുന്നത് എന്ന് അറബികൾക്ക് ഇനിയും തിരിച്ചറിവ് ലഭിച്ചിട്ടില്ല. ഇന്നൊരു പക്ഷേ ഇറാനെതിരായിരിക്കാം. സുന്നി ഷിയ തമ്മിലുള്ള ആശയ തർക്കത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും പലപ്പോഴും സഹായിക്കുന്ന നടപടികൾ ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊള്ളുന്നത്. അങ്ങേയറ്റം ബുദ്ധിശൂന്യമായ നടപടിയാണ്. ജൂതനും സയനിസത്തിനും മുസ്ലിം രാജ്യങ്ങൾക്കെതിരെയും മുസ്ലിം രാജ്യങ്ങളിൽ അധിനിവേശം നടത്താനും അവർക്ക് അവരുടെ വിശ്വാസമോ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങളോ ഒന്നും കാരണമോ തടസ്സമോ ആവുന്നില്ല. അവരുടെ വ്യത്യസ്ത മതത്തിലുള്ള വിശ്വാസമോ അല്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളോ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ കാരണമാകുന്നില്ല.
ഒരു തടസ്സമാവുന്നില്ല. എന്നാൽ ചെറിയ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി മിലിറ്ററി ബേസുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തൻ്റെ ശത്രുവിനെതിരെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഘികൾക്ക് മുസ്ലിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും കുടിൽ കെട്ടിക്കൊടുത്താൽ എങ്ങനെയുണ്ടാവും, അതേപോലെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കക്ക് മിലിറ്ററി ബേസ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്നത്. ഷെയ്ഖ് തമീമിനെ പോലെയുള്ള ആളുകളുടെ പല നിലപാടുകളൊക്കെ ഇസ്രായേൽ ഫലസ്തീൻ അനുകൂലമായ നിലപാടുകളും മറ്റ് സോപ്പിട്ട പല വാർത്തകളും മുസ്ലിങ്ങളെ ത്രസിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകൾ മുകളിൽ ഒരു മേക്കപ്പ് ഇടുക എന്നതിനപ്പുറത്ത് അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹത്തോട് പല വിഷയത്തിലും പ്രയാസമുണ്ടാക്കുന്ന നടപടി തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും പലരുടെയും ചിന്ത ഇറാൻ ഇസ്ലാമിലല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അല്ലെ മുസ്ലിങ്ങളുടെ ശത്രുവാണ്, അവർ യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുണ്ട്, ഖത്തർ ഉൾപ്പെടെയുള്ള ദുബൈ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ. അത്തരം രാജ്യങ്ങൾ ഫലസ്തീന് വേണ്ടി എവിടെയും ഒരു പ്രയാസമോ ത്യാഗമോ അനുഭവിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇറാനെതിരെയുള്ള അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം പോലും നാം പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഫലസ്തീനെ ഒരു പരിധിയുമില്ലാതെ പരിമിതികളുമില്ലാതെ സഹായിച്ചതിൻ്റെ തിക്തഫലമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വിളിച്ചു വരുത്തിയ യുദ്ധമാണിത്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന സുന്നി രാജ്യം അല്ലെങ്കിൽ സുന്നികൾ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഫലസ്തീനികളും ഗസയിലെ നിരപരാധികളായ ആളുകളെ ചുട്ടുകൊല്ലുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ കേവലം ചില പത്രപ്രസംഗങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചർച്ച നടത്തുക എന്നതിനപ്പുറത്ത് ഏകപക്ഷീയമായ ഒരു പിന്തുണ നൽകാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇറാൻ അത്തരത്തിലുള്ള ഏകപക്ഷീയമായ പിന്തുണയും അതോടൊപ്പം തന്നെ പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹായിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സയനിസ്റ്റുകളുടെ ആക്രമണത്തിന് ഇവർ ഇരയാക്കപ്പെട്ടത്. സത്യത്തിൽ സൗദി അടക്കമുള്ള ദുബൈ അടക്കമുള്ള ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളുടെ അവരുടെ മുസ്ലിം സ്വത്വബോധമാണ് അല്ലെങ്കിൽ ഇസ്ലാമുമായി അവർക്ക് എത്രത്തോളം കൂറുണ്ട് എന്നാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇറാനേക്കാൾ കൂടുതൽ സംശയിക്കപ്പെടേണ്ടത് ഇവരുടെ മുസ്ലിം ഐഡൻറ്റിറ്റിയാണ്. ഈ GCC രാജ്യങ്ങളുടെ മുസ്ലിം ഐഡൻറ്റിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം അവരാണ് ഇസ്രായേലുമായും അമേരിക്കയുമായും എല്ലാവിധ കരാറും എല്ലാവിധ മിലിറ്ററി ബേസും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരാണ് ഇവരുടെ ഇഷ്ടത്തോഴർ. എന്നിട്ടും വിവരമില്ലാത്ത ഒരു സമൂഹം ഇപ്പോഴും ഇറാൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്.